ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇത് വിക്ഷേപിച്ചതെന്നായിരുന്നു 2023 ജൂലൈ 14. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലോട്ട് ചന്ദ്രയാൻ 3 എത്തിയത് 2023 ഓഗസ്റ്റ് 5 നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് സെഷനിലോട്ട് സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ നാവായിക്കണം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്സ് ആണ് ചന്ദ്രയാൻ 3. നമുക്കറിയാം, കഴിഞ്ഞ എക്സാമുകളിലൊക്കെ PSCയുടെ എല്ലാ എക്സാമുകളിലൊക്കെ ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. കൂടാതെ ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ ഒരു ചന്ദ്രയാൻ 3നെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിൽ പഠിക്കാം. സോ നമുക്ക് ഈ ഒരു ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ചന്ദ്രയാൻ 3 പറയുന്നതിന് മുന്നേ ഇതിന്റെ ഒരു മൈൽ സ്റ്റോൺ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് പോകാം. ചന്ദ്രയാൻ, അതായത് ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടപ്പിലാക്കിയ ഒരു ദൗത്യമാണ് ചന്ദ്രയാൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ദൗത്യം ഇന്ത്യ നടപ്പിലാക്കുന്നത് 2008 കേട്ടോ. 2008 ഒക്ടോബർ 22 ഇന്ത്യ ആദ്യമായിട്ട് ചന്ദ്രയാൻ 1 എന്ന ഒരു പേടകം ചന്ദ്രനിലോട്ട് അയക്കുന്നത്. അതിനുവേണ്ടി ഇന്ത്യ ഉപയോഗിച്ച വാഹനമാണെങ്കിൽ PSLV C-11 ആയിരുന്നു. ഇവിടെ ഇന്ത്യ ഉപയോഗിച്ച ഒരു ദൗത്യം എന്ന് പറയുന്നത് ക്രാഷ് ലാൻഡ് ആയിരുന്നു. ക്രാഷ് ലാൻഡ്, ഈ ഒരു ലാൻഡിങ് കൃത്യമായിട്ട് ഇന്ത്യക്ക് നടത്താൻ കഴിഞ്ഞു. സോ ഒന്നാമത്തെ ദൗത്യം ചന്ദ്രയാൻ 1 എന്ന ഈ ഒരു ദൗത്യം ഇന്ത്യക്ക് സക്സസ്ഫുൾ ആയിരുന്നു. ഇന്ത്യ അതിനുശേഷം ചന്ദ്രനിൽ നടത്തിയ മറ്റൊരു ദൗത്യമാണ് ചന്ദ്രയാൻ 2 കേട്ടോ. ഇത് ചന്ദ്രയാൻ 1 ആയിരുന്നു. ചന്ദ്രയാൻ 2 നടപ്പിലാക്കുന്നത് 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 നമ്മൾ വിക്ഷേപിക്കുന്നത്. കൂടാതെ ഈ ഒരു ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുവാൻ വേണ്ടി ഇന്ത്യ ഉപയോഗിച്ച ആ ഒരു പേടകത്തിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിന്റെ പേര് GSLV മാർക്ക് 3 റോക്കറ്റ് ആണ് ഇന്ത്യ ഉപയോഗിച്ചത്. സോ ഇവിടെ ഇന്ത്യ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ നടന്നത് ക്രാഷ് ലാൻഡ് ആയിരുന്നു. ചന്ദ്രയാൻ 2മായി ബന്ധപ്പെട്ട എല്ലാ കണക്ടിവിറ്റിയും വിച്ഛേദിക്കുകയും കൂടാതെ തുടർന്ന് ചന്ദ്രയാൻ 2 ക്രാഷ് ലാൻഡ് ആണ് ചെയ്തത്. സോഫ്റ്റ് ലാൻഡിംഗ് നടന്നില്ല, മറിച്ച് ക്രാഷ് ലാൻഡ് ആണ് നടന്നത്. സോ ഇവിടെ നമ്മൾ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ചില ബേസിക്കലായിട്ടുള്ള ചില കണ്ടന്റുകൾ പഠിച്ചു, അല്ലെങ്കിൽ അതിന്റെ മൈൽ സ്റ്റോൺ എന്നല്ല നമുക്ക് പറയാം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. വാഹനം PSLV C-11 ആയിരുന്നു. ക്രാഷ് ലാൻഡിലൂടെ ഈ ഒരു ദൗത്യം നമ്മൾ സക്സസ്ഫുൾ ആക്കി. കൂടാതെ ചന്ദ്രയാൻ 2 ആണെങ്കിൽ 2019 ജൂലൈ 22 വിക്ഷേപിച്ചു. കൂടാതെ ഈ ഒരു ദൗത്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഉപയോഗിച്ച വാഹനം GSLV മാർക്ക് 3 ആയിരുന്നു. സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ഇന്ത്യ നടത്താൻ ഉദ്ദേശിച്ചത്, പക്ഷേ നടന്നത് ക്രാഷ് ലാൻഡ് ആയിരുന്നു. ഇവിടെ നോക്കിയ ചന്ദ്രയാൻ 1 നമ്മൾ വിക്ഷേപിക്കുന്നത് അതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഈ ഒരു രാസഘടനയും മൂലക ഘടനയും കൂടാതെ ചന്ദ്രന്റെ ഈ ഒരു ഭൗമാന്തരീക്ഷത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ചതായിരുന്നു ഈ ഒരു ചന്ദ്രയാൻ 1. സോ അതിനുശേഷം ചന്ദ്രയാൻ 2 ഈ ഒരു സക്സസ്ഫുൾ ആകാത്ത ഒരു മിഷനായിരുന്നു. സോ അത് അൺസക്സസ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു പരാജയപ്പെട്ട മിഷനായിരുന്നു. അതിനുശേഷം ഇന്ത്യ നടപ്പിലാക്കിയ മറ്റൊരു ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3. സോ ചന്ദ്രയാൻ 3നെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ 3 ആണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇത് വിക്ഷേപിച്ചതെന്നായിരുന്നു 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെ നിന്നാണ് വിക്ഷേപിച്ചിരിക്കുന്നത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുകൊണ്ടാണ് ചന്ദ്രയാൻ 3 ഇന്ത്യ വിക്ഷേപിച്ചത്. കൂടാതെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാഹനം LVM-3 M4, അതായത് GSLV മാർക്ക് 3ന്റെ പുതുക്കിയ നാമമാണ് LVM-3 എന്ന് പറയുന്നത്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. സോ ഇവിടെ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാഹനം ഏതെന്ന് ചോദിച്ചാൽ LVM-3 M4. ഈ ഒരു ചന്ദ്രയാൻ 3 എന്ന ഈ ഒരു പേടകം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലോട്ട് കടന്നത്. ഭൂമിയുടെ ഭ്രമണപഥം കടന്ന് ഞാൻ ഇവിടെ വന്ന് ഇതിന്റെ ട്രജക്ടറി നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഭൂമി, ഇതാണ് ചന്ദ്രൻ എന്ന് നിങ്ങൾ കരുതുക. ഇവിടെ നിന്ന് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന്
ചന്ദ്രന്റെ ഭ്രമണപഥത്തിലോട്ട് കടന്നത് 2023 ഓഗസ്റ്റ് 5-ന്. ഈ ഒരു ഡേറ്റ്, ഈ ഒരു വർഷവും മാസവും ഡേറ്റിൽ അടുത്തിടെ നടന്ന നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസ് അല്ലെ ഫേസ് 1 ചോദിച്ചായിരുന്നു. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലോട്ട് ചന്ദ്രയാൻ 3 എത്തിയത് 2023 ഓഗസ്റ്റ് 5-നായിരുന്നു. കൂടാതെ ഈ ഒരു പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തതെന്നായിരുന്നു 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഈ ഒരു ദിവസം നമ്മൾ ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഈ ഒരു തീരുമാനം മുൻകൈയെടുത്തത് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയായിരുന്നു. സോ ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമാണ്. സോ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23. ഇനി അടുത്തതായി ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് 15 മിനിറ്റ്സ് ഓഫ് ടെറർ? വാട്ട് ഈസ് 15 മിനിറ്റ്സ് ഓഫ് ടെറർ? സോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ISROയുടെ നിലവിലെ ചെയർമാനായ S സ്വാമിനാഥൻ ഈ ഒരു ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന 15 മിനിറ്റിന് അദ്ദേഹം വിശേഷിപ്പിച്ചത് 15 മിനിറ്റ്സ് ഓഫ് ടെറർ എന്നാണ്. വളരെ നിർണായകമായ 15 മിനിറ്റുകൾ. എന്തും സംഭവിക്കാം. സോഫ്റ്റ് ലാൻഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ എന്തും സംഭവിക്കാം. ക്രാഷ് ലാൻഡ് നടക്കാനും സാധ്യതയുണ്ട്. സോ ആ ഒരു 15 മിനിറ്റിനെ, വളരെ നിർണായകമായ ആ ഒരു 15 മിനിറ്റിനെ S സ്വാമിനാഥൻ വിശേഷിപ്പിച്ചത് 15 മിനിറ്റ്സ് ഓഫ് ടെറർ എന്നാണ്. ഇവിടെ ഒരു ചോദ്യം കൂടി നമുക്ക് പഠിക്കാം. അതായത് S സ്വാമിനാഥൻ ISROയുടെ എത്രാമത്തെ ചെയർമാനാണ്? 10ാമത്തെ ചെയർമാൻ. ISROയുടെ 10ാമത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S സ്വാമിനാഥൻ. കൂടാതെ അദ്ദേഹം എത്രാമത്തെ മലയാളിയാണ്? 5ാമത്തെ മലയാളി. അദ്ദേഹം എത്രാമത്തെ മലയാളിയാണ്? 5ാമത്തെ മലയാളി. സോ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇവിടെ നോക്കിക്കേ, ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യ രാജ്യമെന്ന പദവി ഇന്ത്യ സ്വന്തമാക്കി. സോ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ചന്ദ്രയാൻ 3 ഇന്ത്യ ഉദ്ദേശിച്ചത്. അത് കൃത്യമായിട്ട് നടത്തുകയും ചെയ്തു. മറ്റൊരു രാജ്യങ്ങളും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആ ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യക്കാണ് ആ ഒരു നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. കൂടാതെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന എത്രാമത്തെ രാജ്യം? 4ാമത്തെ രാജ്യം. തിരിഞ്ഞു പോകരുത്. ദക്ഷിണ ധ്രുവത്തിൽ പോളാർ റീജിയനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 1ാമത്തെ രാജ്യം, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യവുമാണ് ഇന്ത്യ. മറ്റ് 3 രാജ്യങ്ങൾ. ആദ്യമായിട്ട് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത് റഷ്യയാണ്, 1966. രണ്ടാമതായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്തത് അമേരിക്കയാണ് കേട്ടോ. അമേരിക്ക 1966 തന്നെ. സോ ആദ്യമായിട്ട് USSR, റഷ്യയുടെ പഴയ പേരായിരുന്നു USSR ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്ന രാജ്യം 1966. രണ്ടാമതായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ്, 1966. മൂന്നാമതായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ചൈനയാണ്, 2013 കേട്ടോ. 2013 ചൈന ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ചൈനയ്ക്ക് ശേഷം 4ാമതായിട്ട് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്ന രാജ്യം ഇന്ത്യ. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം. സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത് 2023 ഓഗസ്റ്റ് 23. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം. ശരിയെങ്കിൽ അടുത്തതായി ഇവിടെ നോക്കിക്കേ, ഈ ഒരു സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന് ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഒരു പേരായിരുന്നു ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ശിവശക്തി പോയിന്റ്. കൂടാതെ ചന്ദ്രയാൻ 3 ആകെ 3 മൊഡ്യൂൾസ് ആണ്. ആകെ എത്ര മൊഡ്യൂൾസുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മൊഡ്യൂൾസ്. അതിലെ ഒരു മൊഡ്യൂളാണ് വിക്രം ലാൻഡർ. ചന്ദ്രയാൻ 3 ഒരു മൊഡ്യൂളറാണ് വിക്രം ലാൻഡർ. വിക്രം എന്ന ആ ഒരു വേർഡിന്റെ മീനിങ് ധൈര്യം എന്നാണ് കേട്ടോ, കറേജ്. വിക്രം എന്ന ആ ഒരു വാക്കിനർത്ഥം കറേജ് എന്നാണ്, അല്ലെങ്കിൽ ധൈര്യം എന്നാണ്. റോവർ, മറ്റൊരു മൊഡ്യൂളാണ് റോവറായ പ്രഗ്യാൻ. പ്രഗ്യാൻ എന്ന ഒരു വാക്കിനർത്ഥം ജ്ഞാനം എന്നാണ് കേട്ടോ, ജ്ഞാനം. പ്രഗ്യാൻ എന്ന ഒരു വാക്കിനർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം. കൂടാതെ ഈ ഒരു ചന്ദ്രയാൻ 3 എത്ര ദിവസമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പരിവേഷണങ്ങൾ നടത്തുന്നത്?
14 ദിവസം. അതായത് ഭൂമിയിലെ ഒരു ചാന്ദ്രദിനം എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലെ 14 ദിവസം. ചന്ദ്രനിലെ 14 ദിവസം ഭൂമിയിലെ ഒരു ചാന്ദ്രദിനം. ആ ഒരു ചാന്ദ്രദിനമാണ് ഈ ഒരു ഓഗസ്റ്റ് 23 ശേഷം 14 ദിവസം ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഉപരിതലത്തിൽ പര്യവേഷണങ്ങൾ നടത്തി. ഒരു ചാന്ദ്രദിനം ആയത് ഭൂമിയിലെ 14 ദിനങ്ങളാണ് ലാൻഡറിന്റെയും റോവറിന്റെ പര്യവേക്ഷണ കാലം. അതിനുശേഷം അവിടെ പ്രകാശം ഉണ്ടാകില്ല. കൂടാതെ എക്സ്ട്രീം തണുപ്പും അതുപോലെ തന്നെ പ്രകാശമില്ലാത്ത ഒരു റീജിയൻ കൂടിയാണ്, ഒരു ഇടം കൂടിയാണ് നമ്മുടെ ചന്ദ്രനിലെ ഈ ഒരു പോളാർ റീജിയൻ. സോ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സോഫ്റ്റ് ലാൻഡിങ്ങിലോട്ട് കടത്തുന്നു. അത് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞ്, അതായത് 14 ദിവസം ചന്ദ്രന്റെ ഉപരിതലത്തിൽ പര്യവേക്ഷണം നടത്തുന്നു. അതിനുശേഷം അവിടെ പ്രകാശമില്ല, മറിച്ച് അവിടെ എക്സ്ട്രീം കോൾഡ് ആണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 3 അതിനെ ഒരു സ്ലീപ്പിംഗ് മോഡിലോട്ടാണ് കടത്തുന്നത്. സ്ലീപ്പിംഗ് മോഡിലോട്ട് കടത്തിയതിനു ശേഷം അടുത്ത ചാന്ദ്രദിനം ഇതിനെ ഓൺ ചെയ്തെടുക്കാനാണ് നമ്മുടെ ISRO ശ്രമിച്ചത്. സോ അടുത്തതായി നമുക്ക് അടുത്തൊരു പോയിന്റിലോട്ട് പോകാം. നമ്മുടെ അടുത്തിടെ നടന്ന ഒരു എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ചന്ദ്രയാൻ 3 പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രയാൻ 3 പ്രധാന ലക്ഷ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് നടത്തുക. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിരുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായിട്ടുള്ള ലാൻഡിംഗ് നടത്തുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുക. ചന്ദ്രനിൽ എന്ത് ചെയ്യുക? ഈ ഒരു റോവർ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. മൂന്നാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? സ്ഥലത്ത് ഈ ഒരു ചന്ദ്രന്റെ പോളാർ റീജിയനിൽ പര്യവേക്ഷണങ്ങൾ നടത്തുക എന്നതായിരുന്നു 3 ലക്ഷ്യങ്ങൾ. സോ ഇത് നമ്മുടെ ഒരു PSCയുടെ അടുത്തിടെ നടന്ന ഒരു പ്രീവിയസ് ചോദ്യമായിരുന്നു. അല്ലെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്നവയിൽ ചന്ദ്രയാൻ 3 ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഈ ഒരു കോണ്ടാക്ട്, ഈ ഒരു ഇൻഫർമേഷൻ PSCക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? കുട്ടികൾ എല്ലാവരും പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്നു, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. നിങ്ങൾ നമ്മുടെ ISROയുടെ ഓൺ സൈറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ അവിടെ കാണാൻ കഴിയും. സോ PSC അവിടെ നിന്നാണ് ആ ഒരു ഓൺ സൈറ്റിൽ നിന്നുള്ള ഡേറ്റാസ് എടുത്തുകൊണ്ടാണ് ചോദ്യമാക്കിയത്. സോ നമുക്ക് നോക്കാം ദ മിഷൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 പ്രധാന ഒബ്ജക്റ്റീവ്സ്: ടു ഡെമോൺസ്ട്രേറ്റ് സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ലൂണാർ സർഫേസ്. ലൂണാർ സർഫേസിൽ വളരെ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് നടത്തുക. രണ്ടാമത്തെ ലക്ഷ്യം ടു ഡെമോൺസ്ട്രേറ്റ് റോവർ റോവിംഗ് ഓൺ ദ മൂണിന്റെ ഉപരിതലത്തിലൂടെ ഈ ഒരു റോവർ കറങ്ങി പ്രദർശിപ്പിക്കുക. കൂടാതെ സ്ഥലത്ത് ശാസ്ത്രീയ പര്യവേഷണം നടത്തുക, അല്ലെങ്കിൽ ടു കണ്ടക്ട് ഇൻ സിറ്റു എക്സ്പെരിമെന്റ്, സയന്റിഫിക് എക്സ്പെരിമെന്റ്. സോ ഇവിടെ പറയുന്ന 3 ഒബ്ജക്റ്റീവ്സും ചന്ദ്രയാൻ 3 ISROയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 3 ഒരു 100% സക്സസ്ഫുൾ ആയ മിഷൻ ആയിരുന്നു. 100% ഒരു സക്സസ്ഫുൾ ആയ മിഷൻ കൂടിയായിരുന്നു. സോ ചന്ദ്രയാൻ 3 ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത് ചന്ദ്രയാൻ 3 പേലോഡേഴ്സിനെ കുറിച്ചാണ്. പേലോഡേഴ്സ് നമുക്കറിയാം, ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് ഈ ഒരു ദൗത്യങ്ങൾ. ചന്ദ്രയാൻ 3 പോലുള്ള മറ്റ് ISRO നടത്തുന്ന ദൗത്യങ്ങളുടെ പേലോഡേഴ്സ് ചോദിക്കാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചു നിർത്തിയിരിക്കുന്നതും ചന്ദ്രയാൻ 3 കുറിച്ച് തന്നെയാണ്. ചന്ദ്രയാൻ 3 ഈ ഒരു വിക്രം ലാൻഡറിലെ പേലോഡറിൽ ഉൾപ്പെടാത്തത് ഏത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നായിരുന്നു. സോ നമുക്ക് ഈ ഒരു പേലോഡേഴ്സിനെ കുറിച്ച് പഠിക്കാം. ആദ്യമായിട്ട് ചന്ദ്രയാൻ 3 ആകെ എത്ര പേലോഡർ? ചന്ദ്രയാൻ 3 ആകെ 7 പേലോഡർ. ചന്ദ്രയാൻ 3 ആകെ എത്ര പേലോഡർ എന്ന് ചോദിച്ചാൽ 7 പേലോഡർ. ഇതിൽ ലാൻഡർ വിക്രം എന്ന മൊഡ്യൂളിൽ 4 പേലോഡർ. 4 പേലോഡേഴ്സും അതിന്റെ ദൗത്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് റാംഫ LPയുടെ പ്രധാന ലക്ഷ്യം ചന്ദ്ര ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിന്റെ മാറ്റങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടി ISRO ഡെവലപ്മെന്റ് ചെയ്ത ഒരു പേലോഡറാണ് റാംഫ LP. ചന്ദ്രന്റെ ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിന്റെ മാറ്റങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് റാംഫ LP ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പേലോഡറാണ് ചാസ്റ്റ് എന്ന് പറയുന്നത്. ചാസ്റ്റ് എന്നാൽ ചന്ദ്ര സർഫേസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. ചന്ദ്ര സർഫേസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് ആണ് ചാസ്റ്റ്. സോ ഈ ഒരു
ചാസ്റ്റ് എന്ന പേലോഡിന്റെ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ പോളാർ റീജിയന് സമീപത്തെ ചന്ദ്രോപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച് വിവരങ്ങൾ വിശകലനം ചെയ്ത് താപവ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കൽ. ഇവിടെ താപവ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ISRO ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്ന ഒരു പേലോഡറാണ് ചാസ്റ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയായി ഒരു താപവ്യതിയാനം മനസ്സിലാക്കുന്നത്? ചന്ദ്രോപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരം കൂടാതെ മറ്റ് വിവരങ്ങളും വിശകലനം ചെയ്ത് രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരങ്ങൾ വിശകലനം ചെയ്താണ് താപവ്യതിയാനം ഇവിടെ മനസ്സിലാക്കുന്നത്. ചാസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ 2-3 കണ്ടന്റുകൾ കൂടി പഠിക്കാനുണ്ട്. കാരണം ചാസ്റ്റ് ഒരു വലിയൊരു പര്യവേഷണം ഇവിടെ നടത്തി. എന്തായിരുന്നു ആ ഒരു പര്യവേഷണം? ചന്ദ്രന്റെ ഉപരിതലത്തിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണ്ടെത്തിയ ചന്ദ്രയാൻ 3 പേലോഡർ ഏതെന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ 3 ഈ ഒരു ചാസ്റ്റ് എന്ന പേലോഡർ, ചന്ദ്രയാൻ 3 ചാസ്റ്റ് എന്ന പേലോഡറാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ടെത്തിയത്. കൂടാതെ മറ്റൊരു പര്യവേഷണം കൂടി നടത്തി. 80 മില്ലിമീറ്റർ ആഴത്തിൽ, വെറും 80 മില്ലിമീറ്റർ ആഴത്തിൽ മണ്ണിന്റെ താപനില -10 ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ടെത്തിയിരിക്കുന്നതും നമ്മുടെ ഈ ഒരു ചാസ്റ്റ് തന്നെയായിരുന്നു. ഇവിടെ ഈ ഒരു പേലോഡർ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത് VSSCയിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയും കൂടാതെ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ചാസ്റ്റ് എന്ന പേലോഡർ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത്. VSSCയിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി അല്ലെങ്കിൽ SPL എന്ന് പറയാം, അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അല്ലെങ്കിൽ PLR എന്ന് പറയാം. ഈ 2 സ്ഥാപനവും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ചാസ്റ്റ് എന്ന പേലോഡർ നിർമ്മിച്ചത്. ഇത് ആദ്യമായിട്ടാണ് ദക്ഷിണ ധ്രുവത്തിന്റെ മണ്ണിന്റെ താപനില ലോകം തന്നെ അറിയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു താപനില പുറം ലോകം അറിയുന്നത്. സോ 2 പര്യവേഷണങ്ങൾ നടത്തി സ്റ്റേറ്റ്മെന്റ്സിൽ ചോദിക്കാം. ചന്ദ്രന്റെ ഉപരിതലത്തിലെ താപനില എത്രയാണ്? 50 ഡിഗ്രി സെൽഷ്യസ്. കൂടാതെ ദക്ഷിണ ധ്രുവത്തിലെ ഈ ഒരു ചന്ദ്രന്റെ ഉപരിതലത്തിലെ താപനില എത്രയെന്ന് ചോദിച്ചാൽ മണ്ണിന്റെ താപനില 50 ഡിഗ്രി സെൽഷ്യസും 80 മില്ലിമീറ്റർ ആഴത്തിലാണെങ്കിൽ -10 ഡിഗ്രി സെൽഷ്യസുമാണ്. സോ ചാസ്റ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു കോണ്ടന്റുകളെല്ലാം നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് ചന്ദ്രയാൻ 3 മൂന്നാമത്തെ പേലോഡർ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ILSA അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ഈ ഒരു പേലോഡറിന്റെ പ്രധാന ലക്ഷ്യം ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിലെ പ്രകമ്പനങ്ങൾ അളക്കുകയും മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ലാൻഡർ ഇറങ്ങുന്ന സമയത്ത്, സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രതലത്തിൽ, ചന്ദ്രന്റെ ഉപരിതലത്തിലെ പ്രകമ്പനങ്ങൾ, സീസ്മിക് ആക്ടിവിറ്റികൾ നിരീക്ഷിക്കുക. കൂടാതെ മേൽഭാഗം, ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഈ ഒരു അന്തരീക്ഷം ചിത്രീകരിക്കുക, അതിന്റെ വീഡിയോസ് പകർത്തുക, അതിന്റെ ആ ഒരു പിക്ചേഴ്സ് എടുക്കുക എന്നതായിരുന്നു ILSAയുടെ പ്രധാന ലക്ഷ്യം. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റിയാണ് ILSA. സോ ഇതായിരുന്നു ഈ ഒരു പേലോഡറിന്റെ പ്രധാന ദൗത്യം. അടുത്തതായ മറ്റൊരു പേലോഡറാണ് ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ അല്ലെങ്കിൽ LRA എന്ന് പറയും. ഈ ഒരു പേലോഡിന്റെ പ്രധാന ദൗത്യം, അതായത് ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിലെ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം മനസ്സിലാക്കുന്നതിന് വേണ്ടി, അവിടുത്തെ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 3 ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്ന പേലോഡർ ഏതെന്ന് ചോദിച്ചാൽ ലേസർ റിട്രോ റിഫ്ലക്ടർ അറേയാണ്. ഈ ഒരു പേലോഡർ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത് നാസയാണ്. അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസ ഡെവലപ്മെന്റ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി ചന്ദ്രയാൻ 3 വേണ്ടി കൈമാറിയ പേലോഡർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയേണ്ടത് LRA കേട്ടോ. LRA എന്നാൽ ലേസർ റിട്രോ റിഫ്ലക്ടർ അറേയാണ്. സോ ഈ ഒരു പേലോഡറാണ് നാസ ഡെവലപ്മെന്റ് ചെയ്ത ചന്ദ്രയാൻ 3 പേലോഡർ. സോ അടുത്തതായി നമുക്ക് റോവർ പ്രഗ്യാനിലോട്ട് കിടക്കാം. നമ്മൾ ഓൾറെഡി ഈ ഒരു ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറിലെ 4 പേലോഡേഴ്സ് എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ റോവർ പ്രഗ്യാനിൽ എത്ര പേലോഡർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേലോഡർ. റോവർ പ്രഗ്യാനിൽ ആകെ എത്ര പേലോഡർ? 2 പേലോഡർ ആണ് കേട്ടോ. അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ പേലോഡർ ഏതെന്ന് ചോദിച്ചാൽ ലിപ്സ് ആണ്. ലിപ്സ് എന്ന ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പാണ് ലിപ്സ് എന്നാൽ. സോ ഈ ഒരു പേലോഡിന്റെ പ്രധാന ലക്ഷ്യം മൂലകങ്ങളുടെ ഗുണപരവും അളവുപരവുമായ വിശകലനം നടത്തി ചന്ദ്രോപരിതലത്തിന്റെ രാസഘടനയും ധാതുഘടനയും അനുമാനിക്കുക. ഇവിടെ
ഈ ഒരു ചന്ദ്രന്റെ ഉപരിതലത്തിലെ മൂലകങ്ങളുടെ ഗുണപരവും അളവുപരവുമായ, അതായത് ഈ ഒരു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തുക, മൂലകങ്ങളുടെ ഗുണപരവും അളവുപരവുമായ വിശകലനം നടത്തി അവിടത്തെ ഈ ഒരു ചന്ദ്രോപരിതലത്തിന്റെ രാസഘടനയും അതുപോലെ ധാതുഘടനയും അനുമാനിക്കുക. രാസഘടനയും ധാതുഘടനയും അനുമാനിക്കുക. ഇവിടെ ലിപ്സ് ഒരു വലിയൊരു പര്യവേഷണം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസിറ്റു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതേതായിരുന്നു? ലിപ്സ് ആണ് ആദ്യമായിട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ സൾഫറിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയത്. ലിപ്സ് ആണ് ഈ ഒരു സൾഫറിന്റെ സാന്നിധ്യം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. വലിയൊരു പര്യവേക്ഷണമായിരുന്നു, അറിഞ്ഞിരിക്കുക. ലിപ്സ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ സൾഫറിന്റെ സാന്നിധ്യം മനസ്സിലാക്കി. കൂടാതെ ഈ ഒരു ലിപ്സ് എന്ന ഈ ഒരു പേലോഡർ നിർമ്മിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഇലക്ട്രോ ഓപ്റ്റിക് സിസ്റ്റംസ് ലബോറട്ടറിയാണ് കേട്ടോ. ലിപ്സ് എന്ന ഈ ഒരു പേലോഡർ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഇലക്ട്രോ ഓപ്റ്റിക് സിസ്റ്റംസ് ലബോറട്ടറിയാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഈ ഒരു സൾഫറിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ പേലോഡർ ലിപ്സ് ആണ്. ഇവിടെ നോക്കിയേ, സൾഫർ മാത്രമല്ല ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ലിപ്സ് സൾഫർ മാത്രമല്ല കണ്ടെത്തിയിരിക്കുന്നത്, മറിച്ച് അലുമിനിയം, ക്രോമിയം, കാൽസ്യം, ടൈറ്റാനിയം, ഇരുമ്പ് എന്നീ മൂലകങ്ങളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. സോ ലിപ്സുമായി ബന്ധപ്പെട്ട എല്ലാ കോണ്ടന്റുകളും നമ്മൾ ചർച്ച ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ റോവർ പ്രഗ്യാനിലെ മറ്റൊരു പേലോഡർ കൂടി നോക്കാം. അവസാന പേലോഡറാണ് ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ, അല്ലെങ്കിൽ APXS. സോ ഈ ഒരു പേലോഡറിന്റെ പ്രധാന ലക്ഷ്യം ചന്ദ്രന്റെ ലാൻഡിംഗ് സൈറ്റിന് ചുറ്റുമുള്ള ചന്ദ്രമണ്ണിന്റെയും പാറയുടെയും മൂലക ഘടന നിർണ്ണയിക്കൽ. കുറച്ച് മുന്നേ പറഞ്ഞ ഈ ഒരു ലിപ്സ് ആണെങ്കിൽ ചന്ദ്രന്റെ ഒരു വലിയൊരു ഡയമീറ്ററിനുള്ളിൽ, ഇവിടെയാണ് ഈ ഒരു ചന്ദ്രയാൻ 3ന്റെ ഈ ഒരു റോവർ പ്രഗ്യാൻ എന്ന് പറയുന്നത് നമുക്കറിയാം 4 ചക്രങ്ങളോട് കൂടിയ ഒരു കാറിന് സമാനമായ, ഒരു ചെറിയ ടോയ് കാറിന് സമാനമായ ഒരു പേലോഡറാണ് റോവർ എന്ന് പറയുന്നത്. ആ റോവറിലെ ലിപ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ചന്ദ്രന്റെ വലിയൊരു ഡയമീറ്ററിലെ ഈ ഒരു മൂലകങ്ങളുടെ ഗുണപരവും അളവുപരവുമായി വിശകലനം നടത്തി അവിടുത്തെ രാസഘടനയും ധാതുഘടനയും അനുമാനിച്ചത്. എന്നാൽ ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന ഈ ഒരു പേലോഡർ ഈ ലാൻഡ് ചെയ്യുന്ന സൈറ്റിന്, ഈ ഒരു ചന്ദ്രയാൻ 3ന്റെ ഈ ഒരു വിക്രം ലാൻഡർ ലാൻഡ് ചെയ്യുന്ന ആ ഒരു അതിന് ചുറ്റുമുള്ള പാറയുടെയും മണ്ണിന്റെയും ഈ ഒരു മൂലക ഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത്. സോ മാഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, കാൽസ്യം അത്തരത്തിലുള്ള മൂലകങ്ങളാണ് ഇവിടെ നിർണ്ണയിക്കാൻ വേണ്ടി ഈ ഒരു പേലോഡർ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ വിക്രം ലാൻഡറിലെ 4 പേലോഡേഴ്സ് പഠിച്ചു. അതിനുശേഷം റോവർ പ്രഗ്യാനിലെ 2 പേലോഡേഴ്സ് പഠിച്ചു. ടോട്ടൽ 6 പേലോഡേഴ്സ് ആയി. സോ വിക്രം എന്ന ആ ഒരു മൊഡ്യൂളിൽ 4 പേലോഡറും റോവർ എന്ന മൊഡ്യൂളിൽ 2 പേലോഡറും, മറ്റൊരു മൊഡ്യൂളിൽ ആകെ 3 മൊഡ്യൂൾസുകളാണ് നമ്മുടെ ചന്ദ്രയാൻ 3ലുള്ളത്. മറ്റൊരു മൊഡ്യൂളിലെ ഒരു പേലോഡറാണ് ഷേപ്പ് എന്ന് പറയുന്നത്. ഷേപ്പ് എന്ന സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നാണ്, അതാണ് ഷേപ്പ്. സോ എക്സോ പ്ലാനറ്റിലെ, അതായത് ചന്ദ്രനിലെ ഒരു എക്സോ പ്ലാനറ്റിലെ ജീവന്റെ സാന്നിധ്യത അല്ലെങ്കിൽ ജീവന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി, സോ ഇവിടെ പ്രസൻസ് ഓഫ് ലൈഫ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 3ലെ ആ ഒരു പേലോഡർ ഏതെന്ന് ചോദിച്ചാൽ ഷേപ്പ് ആണ് കേട്ടോ, ഷേപ്പ്. സോ അങ്ങനെ ആകെ 7 പേലോഡേഴ്സ് ആണ് ചന്ദ്രയാൻ 3ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രയാൻ 3ലെ പ്രധാനപ്പെട്ട പേലോഡേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 പേലോഡേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിലെ ആദ്യത്തെ പേലോഡർ, ഇമ്പോർട്ടൻ്റ് ആയ പേലോഡർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാസ്റ്റ് ആണ്. കാരണം ചാസ്റ്റ് വലിയ 2 പര്യവേഷണങ്ങൾ നടത്തി. ചന്ദ്രന്റെ പോളാർ റീജിയനിലെ താപനില, മണ്ണിന്റെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ചാസ്റ്റ് ആണ്. കൂടാതെ 80 മില്ലിമീറ്റർ ആഴത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന്, മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്ന് 80 മില്ലിമീറ്റർ ആഴത്തിൽ മണ്ണിന്റെ താപനില 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ടെത്തിയത് ചാസ്റ്റ് ആണ്. അതൊരു വലിയൊരു കണ്ടെത്തലായിരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ അത് നോട്ട് ചെയ്യുക. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പേലോഡർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LRA, നാസ ഡെവലപ്മെന്റ് ചെയ്ത് ISROയ്ക്ക് വേണ്ടി കൈമാറിയ ഒരു പേലോഡർ LRA, അതുകൊണ്ട് അതും പഠിക്കുക. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേലോഡറാണ് ലിപ്സ് എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ, പോളാർ റീജിയനിലെ ഉപരിതലത്തിലെ സൾഫറിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കുന്ന ലിപ്സ് ആണ്. അതൊരു വലിയൊരു ഇൻസിറ്റു എക്സ്പെരിമെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു പേലോഡും നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. 3 പേലോഡേഴ്സ് ഇവിടെ നോക്കിക്കേ. ചന്ദ്രയാൻ 3ൽ ആകെ 7 പേലോഡേഴ്സ് ഉണ്ട്. അതിലെ 3 പേലോഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ചാസ്റ്റ്, LRA
ലിപ്സ് 3 പേലോഡേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനി വരുന്ന എക്സാംസിന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ നോക്കിക്കേ, ഈ ഒരു ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട മറ്റു കോണ്ടന്റുകൾ നോക്കാം. ഈ ഒരു ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് ചന്ദ്രയാൻ 3 അതായത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? എസ് സ്വാമിനാഥൻ. നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും എസ് സ്വാമിനാഥൻ. ISROയുടെ 10ാമത്തെ ചെയർമാനാണ് എസ് സ്വാമിനാഥൻ. ഈ ഒരു ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് VSSCയുടെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ, അദ്ദേഹം തന്നെയാണ് നിലവിലെയും ഡയറക്ടർ. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ പി വീരമുത്തുവേൽ. പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ. പി വീരമുത്തുവേലാണ് പ്രോജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 3ന്റെ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കൽപ്പന. ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ കെ കൽപ്പന. മിഷൻ ഡയറക്ടർ മോഹനകുമാർ. മിഷൻ ഡയറക്ടറിന്റെ പേര് മോഹനകുമാർ. സോ ഇത്രയും കോണ്ടന്റുകൾ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ നിലവിലെ ISROയുടെ ചെയർമാനായ എസ് സ്വാമിനാഥനെ കുറിച്ചൊന്ന് പഠിക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ 10ാമത്തെ ചെയർമാൻ. എങ്കിൽ ഈ ഒരു ISROയുടെ തലപ്പത്തെത്തുന്ന എത്രാമത്തെ മലയാളിയാണ് അദ്ദേഹം? 5ാമത്തെ മലയാളി. അദ്ദേഹം 5ാമത്തെ മലയാളിയാണ്. സോ ഇവിടെ ISROയുടെ ചെയർമാനാകുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ MGK മേനോൻ. MGK മേനോനാണ് ISROയുടെ ചെയർമാനാകുന്ന ആദ്യത്തെ മലയാളി. രണ്ടാമതായിട്ട് ISROയുടെ ചെയർമാനായിരിക്കുന്ന കെ കസ്തൂരി രംഗൻ, കൂടാതെ G മാധവൻ നായർ, കെ രാധാകൃഷ്ണൻ എന്നിവർക്ക് ശേഷം ISROയുടെ ചെയർമാനായിരിക്കുന്നത് എസ് സ്വാമിനാഥൻ, 5ാമത്തെ മലയാളി. സെറ്റിലേടാ. സോ നമ്മളിവിടെ പഠിക്കുന്നത് ഇത്രയും കണ്ടന്റാണ്. ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നല്ലപോലെ ഒന്ന് റിവിഷൻ ചെയ്യുക. എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ടോപ്പിക്സ് വളരെ വ്യക്തമായിട്ട് വേണം പഠിച്ചിട്ട് പോകാനുള്ളത്. ഇത് മാത്രമല്ല, നമുക്കറിയാം ചന്ദ്രയാൻ 3 ഉണ്ട്, ആദിത്യ L1 ഉണ്ട്, ഗഗൻയാൻ ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ കൂടി പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ബഹിരാകാശ മേഖല എന്ന ഈ ഒരു ടോപ്പിക്സ് കംപ്ലീറ്റ് ആകുന്നത്. സോ നിങ്ങൾക്ക് ഇനിയും ക്ലാസ്സുകൾ വേണമെങ്കിൽ ചന്ദ്രയാൻ 3 പോലുള്ള മറ്റ് ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. സോ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും ഇനി മുതൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ. നമുക്ക് എന്തായാലും മറ്റൊരു സെഷനിലിരിക്കാം.